ഓക്കെ, സ്ക്രീൻ കാണാമോ? Yes, sir. ഓക്കെ, അപ്പോൾ അടുത്ത ഹെഡ് ചെയ്തിക്കോ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ഇ ഡി എം പഠിച്ചു അല്ലേ? ഇ ഡി എമ്മിനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, പ്രിൻസിപ്പിൾ പഠിച്ചു, മെക്കാനിസം ഓഫ് മെറ്റൽ റിമൂവൽ പഠിച്ചു അല്ലേ? സ്പാർക്ക് ജനറേഷൻ പഠിച്ചു, കമ്പോണൻസ് ഓഫ് ഇ ഡി എം പഠിച്ചു, അതിനകത്ത് തന്നെ ടൈപ്സ് ഓഫ് പവർ സപ്ലൈ പഠിച്ചു, ഡൈ ഇലക്ട്രിക്കിനെ പഠിച്ചു, അതിനകത്ത് തന്നെ ടൈപ്സ് ഓഫ് ഫ്ലഷിംഗ് പഠിച്ചു. ആണോ? പിന്നെ ടൂൾ ആൻഡ് വർക്ക് പഠിച്ചു, ടൂൾ പ്രോപ്പർട്ടീസ് പഠിച്ചോ ഇതൊക്കെ? സെർവോ മെക്കാനിസം പഠിച്ചു, അതിൻ്റെ ഫങ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ആണോ? സാറിനോ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. പ്രോസസ് പാരാമീറ്റേഴ്സ് ഇൻ ഇ ഡി എം. പ്രോസസ് പാരാമീറ്റേഴ്സ്. എഴുതിയോ? ഫസ്റ്റ് വൺ, സ്പാർക്ക് ഓൺ ടൈം. സ്പാർക്ക് ഓൺ ടൈം. അപ്പം ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പാർക്ക് ഓൺ ടൈം എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ നമുക്ക് വേറൊരു പേര് പൾസ് ടൈം എന്ന് പറയാം. പൾസ് ടൈം ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് TON ആണ്. ടൈം ഓൺ എന്ന്. സ്പാർക്ക് ഓൺ ടൈം അല്ലെങ്കിൽ പൾസ് ടൈം അല്ലെങ്കിൽ TON നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. സോ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് എ ഡ്യൂറേഷൻ ഓഫ് ടൈം ദ കറണ്ട് ഈസ് അലൗഡ് ടു ഫ്ലോ പെർ സൈക്കിൾ. ഡ്യൂറേഷൻ of time the current is allowed to flow per cycle. അതായത് ഒരു സൈക്കിൾ നമ്മുടെ പ്രോസസ്സ് നടക്കുന്ന ഒരു സൈക്കിളിൽ എത്ര കറണ്ട് ഫ്ലോ ചെയ്യാൻ എത്ര സമയം അനുവദിക്കും, ആ സമയത്തിനെ പറയുന്ന പേരാണ് സ്പാർക്ക് ഓൺ ടൈം അല്ലെങ്കിൽ പൾസ് ടൈം, അല്ലെങ്കിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം TON എന്ന് പറയാം അല്ലേ? ആണോ? അപ്പോൾ ഇറ്റ് ഈസ് എ ഡ്യൂറേഷൻ ഓഫ് ടൈം ദ കറണ്ട് അലൗഡ് ടു ഫ്ലോ പെർ സൈക്കിൾ. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഇത് മെഷർ ചെയ്യുന്നത് മൈക്രോ സെക്കൻഡ്സിലാണ്. സെക്കൻഡ്സ് പോലും ഇല്ല, മെഷർ ചെയ്യുന്നത് മൈക്രോ സെക്കൻഡ്സിലാണ് ഇത് മെഷർ ചെയ്യുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ മെറ്റീരിയൽ റിമൂവ് റേറ്റ് is directly proportional to spark on time. അതെന്താ അങ്ങനെ പറയാൻ കാരണം? മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പാർക്ക് ഓൺ ടൈം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ ലോജിക്ക് വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. മെറ്റീരിയൽ റിമൂവ് റേറ്റ് MRR ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പാർക്ക് ഓൺ ടൈം. എന്താ അങ്ങനെ പറയാൻ കാരണം? സ്പാർക്ക് ഓൺ ടൈം എന്ന് വെച്ചാൽ എന്താണ്? സ്പാർക്ക് ഓൺ ടൈം എന്താണ് പറഞ്ഞേ? ഡ്യൂറേഷൻ ഓഫ് ടൈം ദ കറണ്ട് ഈസ് അലൗഡ് ടു ഫ്ലോ പെർ സൈക്കിളിനകത്ത് എത്ര കറണ്ട് ഫ്ലോ ചെയ്യും, എത്ര ടൈമിൽ നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യാൻ അനുവദിക്കും എന്നുള്ളതാണ് സ്പാർക്ക് ഓൺ ടൈം. അത് മെഷർ ചെയ്തത് മൈക്രോ സെക്കൻഡ്സ് ആണ്. നമ്മൾ പറഞ്ഞു മെറ്റീരിയൽ റിമൂവ് റേറ്റ് MRR ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പാർക്ക് ഓൺ ടൈം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്?
ഹലോ, കേൾക്കുന്നുണ്ടോ? Sir. എന്തുകൊണ്ടാണ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് സ്പാർക്ക് ഓൺ ടൈമിന് പ്രൊപ്പോർഷണൽ എന്ന് പറയാൻ കാരണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കൂടുതൽ ടൈമിൽ നമ്മൾ കറണ്ട് കടത്തി വിടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അത് ഫലമായിട്ട് എന്ത് സംഭവിക്കും? കൂടുതൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യും. കൂടുതൽ മെറ്റീരിയൽ മെൽറ്റ് ആവും. അപ്പോൾ അതനുസരിച്ച് കൂടുതൽ മെറ്റീരിയൽ റിമൂവ് ആവും. അത്രയേ ഉള്ളൂ, സിമ്പിൾ ലോജിക്ക്, അത്രയേ ഉള്ളല്ലോ. അപ്പോൾ സ്പാർക്ക് ഓൺ ടൈം എന്താണ് മനസ്സിലായില്ല? 3 പോയിന്റ്സ് പഠിച്ചു. അടുത്ത പോയിന്റ് ആണ്, സെക്കൻഡ് പോയിന്റ് എഴുതിക്കോ. സ്പാർക്ക് ഓൺ ടൈം ചോദിച്ചാൽ എല്ലാവരും പറയുമല്ലോ ഇനി. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എഴുതിക്കോ. സ്പാർക്ക് ഓഫ് ടൈം. അതിനെ പറയുന്ന വേറൊരു പേരാണ് പോസ്റ്റ് ടൈം അല്ലെങ്കിൽ ടി ഓഫ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറേഷൻ ഓഫ്, ഇതെന്താണ്? ഡ്യൂറേഷൻ ഓഫ് ടൈം ബിറ്റ്വീൻ ദ കോൺസിക്യൂട്ടീവ് സ്പാർക്ക്. രണ്ട് സ്പാർക്കുകളുടെ ഇടയ്ക്കുള്ള ടൈമാണ് എന്ത് പറയുന്നത്? രണ്ട് സ്പാർക്കുകളുടെ ഇടയ്ക്കുള്ള ടൈമിനാണ് എന്ത് പറയുന്നത്? സ്പാർക്ക് ഓഫ് ടൈം. ഈ സമയത്ത് എന്ത് സംഭവിക്കുന്നത് അറിയോ? ഈ സ്പാർക്ക് ഓൺ ടൈമില്ല, മെൽറ്റായ മെറ്റീരിയൽ സോൾട്ടിഫൈ ആവും. അപ്പോൾ ഡ്യൂറിങ് ദിസ് ടൈം ദ മോൾട്ടൺ മെറ്റീരിയൽ solidify and washed out by dielectric. അപ്പോൾ ഈ സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ഫോം ചെയ്ത് മോൾട്ടൺ മെറ്റീരിയൽ സോൾഡിഫൈ ചെയ്യുന്നു. എന്നിട്ട് ആ സമയത്ത് അതിനെ ആര് വാഷ് ഔട്ട് ചെയ്തുകൊണ്ട് പോകും? ഡൈലക്ട്രിക് മീഡിയം വാഷ് ഔട്ട് ചെയ്തുകൊണ്ട് പോകും, ഇല്ലേ? അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റാണ്, തേർഡ് പോയിന്റ്, ആർക്ക് ഗ്യാപ്പ്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു പേര് പറയാം, സ്പാർക്ക് ഗ്യാപ്പ്. ഇത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. എന്തുവാ ആർക്ക് ഗ്യാപ്പ് അല്ലെങ്കിൽ സ്പാർക്ക് ഗ്യാപ്പ്? എന്താണ്? എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, പറ, ഇത്രയും പഠിച്ചല്ലേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആർക്ക് ഗ്യാപ്പിൽ സ്പാർക്ക് ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പറ. ടൂൾ ആൻഡ് വർക്ക് പീസ്. അതെ, ടൂൾ ആൻഡ് വർക്ക് പീസ്. ആർക്ക് ഗ്യാപ്പ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആരാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കേൾക്കുന്നില്ല. സെർവോ മെക്കാനിസം. ഓക്കെ, ഇപ്പം അടുത്ത നമ്മൾ ഓരോ പാരാമീറ്റേഴ്സാണ് പറഞ്ഞത്. EDM-നകത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ സ്പാർക്ക് ഓൺ ടൈം പഠിച്ചു, സ്പാർക്ക് ഓഫ് ടൈം പഠിച്ചു. അടുത്ത് പിന്നെ ആർക്ക് ഗ്യാപ്പ് ഓർ സ്പാർക്ക് ഗ്യാപ്പ് പഠിച്ചു. അടുത്ത് ഡിസ്ചാർജ് കറണ്ട്. എന്താണ്? കറണ്ട് ഫ്ലോസ് ഡ്യൂറിങ്
എപ്പോൾ ഫ്ലോ ചെയ്യുന്ന കറണ്ട്? സ്പാർക്ക് ഓൺ ടൈമോ സ്പാർക്ക് ഓഫ് ടൈമോ? സ്പാർക്ക് ഓൺ ടൈമിലാണോ സ്പാർക്ക് ഓഫ് ടൈമിലാണോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? ഡിസ്ചാർജ് കറണ്ട് ഈസ് കറണ്ട് ഫ്ലോസ് ഡ്യൂറിങ് ദി പറ, നിങ്ങളെ തന്നെ പറയിപ്പിക്കാൻ നോക്കുമോ ഞാൻ. ഡിസ്ചാർജ് കറണ്ട് എന്ന് വെച്ചാൽ കറണ്ട് ഫ്ലോസ് ഡ്യൂറിങ് ദി സ്പാർക്ക് ഓൺ ആണോ സ്പാർക്ക് ഓഫ് ആണോ? ഓൺ ടൈം. സ്പാർക്ക് ഓൺ ടൈമിൽ എത്ര കറണ്ടാണോ ഫ്ലോ ചെയ്യുക അതന്നെയാണ് സ്പാർക്ക് ഡിസ്ചാർജ് കറണ്ട് പറയുന്നത്. മെഷേർഡ് അതിൻ്റെ യൂണിറ്റ് ആംപിയറിലാണ് മെഷർ ചെയ്യുന്നത്. അറിയാമല്ലോ കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയറിലാണ്. ഇവിടെയും മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താ? ഡിസ്ചാർജ് കറണ്ട്. കാരണം എന്താ? ഡിസ്ചാർജ് കറണ്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഡിസ്ചാർജ് കറണ്ട് കൂടുകയാണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കും ഹീറ്റ് ഇൻവോൾവ് ആകും, കൂടുതൽ മെറ്റീരിയൽ റിമൂവൽ നടക്കും. ആണല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ, ആ പറഞ്ഞോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അടുത്തത് നോട്ട് ചെയ്യുന്നുണ്ടോ എല്ലാവരും? അഞ്ചാമത്തെ ആണ് വോൾട്ടേജ്. വോൾട്ടേജ് എനിക്ക് പ്രത്യേകിച്ച് പറയില്ല. നമ്മൾ നോർമലി അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഏത് റേഞ്ചിലാണ്? ഓൾറെഡി പറഞ്ഞതാണ്. എത്ര? 50 to 450 വോൾട്ട്. 450 വോൾട്ട്. എവിടെ അപ്ലൈ ചെയ്യുന്നത്? അപ്ലൈഡ് ബിറ്റ്വീൻ ടൂൾ ആൻഡ് വർക്ക് ആണല്ലോ. ഇനി ലാസ്റ്റ് പാരാമീറ്റർ ആണ് ഡ്യൂട്ടി സൈക്കിൾ. ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര ടൈം നമുക്ക് സ്പാർക്ക് ഓൺ ടൈം കിട്ടി എന്ന് പറയുന്നതാണ് ഡ്യൂട്ടി സൈക്കിൾ. സോ ഇറ്റ്സ് എ പെർസെൻറ്റേജ് ഓഫ് സ്പാർക്ക് ഓൺ ടൈം റിലേറ്റീവ് ടു ടോട്ടൽ സൈക്കിൾ ടൈം. നമ്മുടെ പ്രോസസ്സ് നടക്കുന്ന ടോട്ടൽ ടൈമിനകത്തു നിന്ന് എത്ര ടൈമിൽ നമുക്ക് സ്പാർക്ക് ഓൺ ടൈം കിട്ടുന്നുണ്ടോ അതാണ് എന്ത് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എഴുതിയോ? ഇത്ര എഴുതിയോ? അപ്പോൾ ഡ്യൂട്ടി സൈക്കിളിൽ നമുക്കൊരു ഫോർമുല എടുക്കാം. ഡ്യൂട്ടി സൈക്കിൾ ടി ഓൺ ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടി ഓൺ പ്ലസ് ടി ഓഫ് ആണോ? ടോട്ടൽ സൈക്കിൾ ടൈം എന്തുവാ? ടോട്ടൽ സൈക്കിൾ ടൈം ഇസിക്കൽ ടു ടി ഓൺ പ്ലസ് ടി ഓഫ്. അപ്പോൾ ഡ്യൂട്ടി സൈക്കിൾ ഇസിക്കൽ ടു ടോട്ടൽ സൈക്കിൾ ടൈമിനകത്ത് എത്ര ശതമാനമാണ് സ്പാർക്ക് ഓൺ ടൈം എന്ന് പറയുന്നത്, അതാണ് ഡ്യൂട്ടി ടൈം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ 6 പാരാമീറ്റേഴ്സ് എന്തൊക്കെ എല്ലാവരും റിവൈൻഡ് ചെയ്തേ. ഫസ്റ്റ് വൺ സ്പാർക്ക് ഓൺ ടൈം. എന്താണ് സ്പാർക്ക് ഓൺ ടൈം? എന്താണ് സ്പാർക്ക് ഓൺ ടൈം? പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ, അടുത്ത സെക്ഷനിലോട്ട് പോകണ്ടയാ. എന്താ സ്പാർക്ക് ഓൺ ടൈം?
ഡ്യൂറേഷൻ ഓഫ് ടൈം ദ കറണ്ട് ഈസ് അലൗഡ് ടു ഫ്ലോ പെർ സൈക്കിൾ. നമ്മുടെ ഒരു സൈക്കിളിനകത്ത് എത്ര സമയമാണ് കറണ്ട് ഫ്ലോ ചെയ്യാൻ അനുവദിക്കുന്നത് അതിനെ പറയുന്നത് സ്പാർക്ക് ഓൺ ടൈം. It is measured in microseconds. Material removal rate is directly proportional to spark on time. എന്ന് പറയാമോ? മെറ്റീരിയൽ റിമൂവൽ റേറ്റ് directly proportional to spark on time എന്ന് പറയാമോ? ഓക്കെ. പിന്നെ സ്പാർക്ക് ഓഫ് ടൈം എന്ന് വെച്ചാൽ എന്താണ്? ഡ്യൂറേഷൻ ബിറ്റ്വീൻ two consecutive sparks. So ഈ സമയത്ത് എന്ത് സംഭവിക്കും? During this time the molten material solidify and washed out by the dielectric medium. ആണോ? ആ സമയത്ത് നമ്മുടെ മെൽറ്റ് ചെയ്ത മെറ്റീരിയൽ സോൾഡിഫൈ ചെയ്യുന്നു. ആ സോൾഡിഫൈ ചെയ്ത മെറ്റൽ ഡെബ്രീസിനെ ആരെടുത്ത് ഫ്ലഷ് ചെയ്തുകൊണ്ട് പോകുന്നു? അതുപോലെ തന്നെ ആർക്ക് ഗ്യാപ്പ് അറിയാം, ടൂൾ വർക്ക് പീസ് ഡിസ്റ്റൻസ് ആണല്ലോ. അത് മെയിൻറ്റൈൻഡ് ബൈ സെർവോ മെക്കാനിസം. ഡിസ്ചാർജ് കറണ്ട് അറിയാം. ഡിസ്ചാർജ് കറണ്ട് ഇസ് എ കറണ്ട് ഫ്ലോസ് ഡ്യൂറിംഗ് ദി സ്പാർക്ക് ഓൺ ടൈം ഇസ് മെഷർഡ് ഇൻ ആംപിയർ ആൻഡ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്ചാർജ് കറണ്ട്. അത് അറിയാമല്ലോ. മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറയുന്നത് കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ മെറ്റീരിയൽ അവിടെ നിന്ന് റിമൂവ് ആവും. വോൾട്ടേജ് നമ്മൾ അറിയാം. നോർമലി അപ്ലൈഡ് വോൾട്ടേജ് 50 to 450 വോൾട്ടേജ് അപ്ലൈഡ് ബിറ്റ്വീൻ ടൂൾ ആൻഡ് വർക്ക് പീസ് ആണ്. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഡ്യൂട്ടി സൈക്കിൾ. ഡ്യൂട്ടി സൈക്കിൾ എന്താണ്? ഡ്യൂട്ടി സൈക്കിൾ എന്താണ്? ടോട്ടൽ ഓൺ ടൈം ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം അല്ലേ? ടോട്ടൽ ഓൺ ടൈം ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ ടോട്ടൽ ടി ഓൺ പ്ലസ് ടി ഓഫ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ഹെഡിങ് ഏതിക്കോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? നോട്ട് ചെയ്ത് പോകുന്നുണ്ടോ? ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കണോ? എക്സ്പ്ലെയിൻ ദ പാരാമീറ്റേഴ്സ് അഫക്റ്റിംഗ് ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ് പ്രോസസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ലൈൻ ബൈ ലൈനായിട്ട് പോയിന്റ് ബൈ ആയിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ നോട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് പോയിന്റെങ്കിലും നിങ്ങളുടെ തലയിലോട്ട് വരും ആ സമയത്ത്. അതുകൊണ്ടാണ് നോട്ട് ചെയ്ത് പോവുക. അപ്പോൾ അടുത്ത സെക്ഷനിലോട്ട് പോകാമല്ലോ. ഓക്കെ, അടുത്ത ഹെഡിങ് ആണ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ്. അടുത്ത ഹെഡിങ് ഏതിക്കോ? മെറ്റീരിയൽ റിമൂവൽ റേറ്റ്. MRR നമ്മൾ ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന മെറ്റീരിയൽ റിമൂവൽ റേറ്റ്. അപ്പോൾ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ്? അപ്പോൾ ഇറ്റ്സ് എ വോളിയം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് പറയുന്നത് വോളിയം ഓഫ് മെറ്റീരിയൽ റിമൂവ്ഡ് പെർ യൂണിറ്റ് ടൈം. അതായത് റേറ്റ് ആണല്ലോ ഇതൊരു റേറ്റ് അല്ലേ? ആ റേറ്റ് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ? ആണോ? റേറ്റ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ഇപ്പോൾ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് മെറ്റീരിയൽ റിമൂവ്ഡ് പെർ യൂണിറ്റ് ടൈം. അത് പെർ യൂണിറ്റ് സെക്കൻഡ് ആവാം, മിനിറ്റ് ആവാം, ഇഷ്ടമുള്ള ടൈം എടുക്കാം. അപ്പം എന്താണ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് MRR ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് മെറ്റീരിയൽ റിമൂവ്ഡ് പെർ യൂണിറ്റ് ടൈം. ക്ലിയർ അല്ലേ പോയിന്റ്? MRR പ്രൊപ്പോർഷണൽ ടു എന്താണ് നമ്മൾ പറഞ്ഞു? MRR പ്രൊപ്പോർഷൻ ടു ഡിസ്ചാർജ് കറണ്ട്. അതുപോലെ തന്നെ വേറൊരു ഫാക്ടറായിട്ട് MRR പ്രൊപ്പോർഷനിലാണ്. ഏതാ? MRR പ്രൊപ്പോർഷൻ ടു സ്പാർക്ക് ഓൺ ടൈം. ഇതെല്ലാം റിലേറ്റ് ചെയ്ത് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തതാണ് MRR ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മെൽറ്റിംഗ് പോയിന്റ് ഓഫ്
വർക്ക് പീസ്. അതായത് നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്ത് നോക്കുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കൂടുമ്പോൾ നമുക്ക് എന്താ പറയുന്നത് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കൂടും എന്ന് നമുക്ക് ലോജിക്കലി തോന്നും. പക്ഷേ എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തേക്കുന്നത് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് MRR ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മെൽറ്റിംഗ് പോയിന്റ് ഓഫ് വർക്ക് പീസ് എന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് എക്സ്പെരിമെൻ്റലായിട്ട് നമുക്ക് കണ്ടുപിടിച്ച് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് Q എന്നാണ് കൊടുക്കുന്നത്. മെറ്റീരിയൽ റിമൂവൽ റേറ്റ് Q ഈസ് ഈക്വൽ ടു 4 × 10⁻⁴ theta m raised to -1.23 millimeter cube per ampere minute. എന്താണ് ഇത് പഠിക്കണം. മെറ്റീരിയൽ റിമൂവൽ റേറ്റ് MRR Q is equal to 4 × 10⁻⁴. 4 × 10⁻⁴ പിന്നെന്താണ് ഇൻറ്റു theta m raised to -1.23 യൂണിറ്റ് മില്ലിമീറ്റർ ക്യൂബ് പെർ ആംപിയർ പെർ മിനിറ്റ്. അപ്പോൾ തീറ്റ എം എന്താണെന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. തീറ്റ എം ഒന്നുമില്ല. തീറ്റ എം എന്ന് പറയുമ്പോഴത്തേന് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് വർക്ക് പീസാണ്, ഇൻ ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് വർക്ക് പീസ് മെൽറ്റിംഗ് പോയിന്റ് തൊട്ട് മൈനസ് പവർ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? മൈനസ് പവർ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? മെറ്റീരിയൽ റിമൂവൽ റേറ്റും മെൽറ്റിംഗ് പോയിന്റുമായിട്ട് എങ്ങനെ പ്രൊപ്പോർഷണൽ, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഈ ഫോർമുല പഠിക്കണം. Q is equal to 4 × 10⁻⁴ ഇൻറ്റു തീറ്റ എം റേസ് ടു -1.23 millimeter cube per ampere minute. ആംപിയർ മില്ലിമീറ്റർ ക്യൂബ് പെർ ആംപിയർ മിനിറ്റ്. അതായത് ഇത്രയും മീറ്റർ ക്യൂബ് ഓഫ് മെറ്റീരിയൽ ആണ് റിമൂവ് ആകുന്നത് പെർ യൂണിറ്റ് കറണ്ട് പെർ മിനിറ്റ് പെർ സെക്കൻഡിലാണ്. ഓക്കെ, 4 × 10⁻⁴ ഇൻറ്റു തീറ്റ എം റേസ് ടു -1.23. എന്താണ് തീറ്റ എം? എന്താണ് തീറ്റ എം? എന്താണ് തീറ്റ എം? തീറ്റ എം എന്താണ്? melting point of workpiece. Okay, melting point of workpiece. ഈ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഈസ് ആൾസോ ഡിപ്പെൻഡ് ഓൺ സർക്കുലേഷൻ ഓഫ് ഡൈ ഇലക്ട്രിക് മീഡിയം ആണോ? ഡൈ ഇലക്ട്രിക് മീഡിയം പ്രോപ്പറായിട്ട് സർക്കുലേറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? നമ്മൾ ഓൾറെഡി ഡൈഇലക്ട്രിക് മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു. പ്രോപ്പർ ഫ്ലഷിങ് നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞായിരുന്നു. പ്രോപ്പർ ഫ്ലഷിങ് നടന്നില്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ സമയത്ത്. അവിടെ എന്ത് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് പറഞ്ഞില്ലായിരുന്നു. മെറ്റീരിയൽ റിമൂവൽ റേറ്റ് വളരെ കുറവായിരിക്കും എന്ന് പറഞ്ഞായിരുന്നോ? കണക്ട് ചെയ്ത് നോക്കുക. ഡൈഇലക്ട്രിക് മീഡിയത്തിൻ്റെ പറഞ്ഞ സമയത്ത് പ്രോപ്പർ ഫ്ലഷിങ് നടന്നില്ലെങ്കിൽ അവിടെ എന്ത് കുറവാന്ന് പറഞ്ഞായിരുന്നു? എന്ത് കുറവായിരിക്കും എന്ന് പറഞ്ഞായിരുന്നു? ഓർമ്മയുണ്ടോ? ഹലോ സ്റ്റുഡൻസ്, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഇതൊരു പക്ക തിയറി സബ്ജക്റ്റായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടരുത്. അത് ഇച്ചിരിയൊക്കെ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. ഫസ്റ്റ് 2 മൊഡ്യൂൾ മാത്രമേ ഉള്ളൂ കുറച്ച് ബൈഹേർട്ട് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ വരുന്നത്, പ്രത്യേകിച്ച് ആ PLCയുടെ ഭാഗത്ത്. പിന്നെ ഇങ്ങോട്ട് വരുന്നതെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പഠിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. സോളമൻ നോട്ട് എഴുതുന്നുണ്ടോ കൂടെ? സോളമൻ്റെ പനിയൊക്കെ മാറിയോ? ഹലോ സോളമൻ, നോ റെസ്പോൺസ്. ആദിൽ നസീം നോട്ട് എഴുതുന്നുണ്ടോ? ഉണ്ട് സാർ. ഓക്കെ, അപ്പോൾ നമുക്ക് മെറ്റീരിയൽ റിമൂവൽ റേറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ
അതിന് അടുത്തത് ഇത് തീർന്നു കേട്ടോ, 2 ടോപ്പിക് കൂടെ ഉള്ളു. ഹീറ്റ് അഫക്റ്റഡ് സോൺ എഴുതിക്കോ. അടുത്ത ഹെഡിങ് ആണ് ഹീറ്റ് അഫക്റ്റഡ് സോൺ. ഇതിൻ്റെ ഷോർട്ട് ഫോം ആണ് HAZ. ഓക്കെ, അപ്പോൾ ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഇതൊരു വർക്ക് പീസാണ്. ഇതൊരു ടൂളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് സ്പാർക്ക് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു ഏരിയയിൽ മാത്രമേ സത്യം പറഞ്ഞാൽ എന്ത് സംഭവിക്കത്തുള്ളൂ, ടെമ്പറേച്ചർ എനോർമസ് ടെമ്പറേച്ചർ റൈസ് ഉണ്ടാകുന്നുള്ളൂ. ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അല്ലേ? ആണോ? ആണോ? അപ്പോൾ നമുക്ക് പറയാം, ഡ്യൂറിങ് ഇ ഡി എം നടക്കുന്ന സമയത്ത് ഇ ഡി എം പ്രോസസ്സിനകത്ത് മെറ്റലർജിക്കൽ ചേഞ്ചസ് occur in a surface layer of work. അതായത് മെറ്റലർജിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോഴത്തേന് അവിടുത്തെ മെറ്റലിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് ഉണ്ടാവുന്നത് വർക്ക് പീസിൽ മൊത്തത്തിൽ ഉണ്ടാകത്തില്ല, ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ, ആ ഒരു ലെയറിൽ മാത്രമേ ടെമ്പറേച്ചർ റൈസ് ചെയ്യും, അറൗണ്ട് 10,000 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യും. അപ്പോൾ അവിടെ മാത്രമേ നമുക്ക് ആ ഒരു മെറ്റലർജിക്കൽ ചേഞ്ചസ് ഉണ്ടാകത്തുള്ളൂ. ആ ഒരു ലെയർ ഓഫ് വർക്ക് പീസിനെ പറയുന്ന പേരാണ് ഹീറ്റ് അഫക്റ്റഡ് സോൺ, HAZ എന്ന് പറയും. അപ്പോൾ ഇത് പോർഷൻ ഓഫ് വർക്ക് പീസ് വിച്ച് whose temperature rises during the EDM process അല്ലേ, ആ ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം അതിന് പറയുന്നതാണ് ഹീറ്റ് അഫക്റ്റഡ് സോൺ. അപ്പോൾ നമുക്ക് നോർമലി ഈ തെർമലി അഫക്റ്റഡ്, അപ്പോൾ നമുക്ക് ഈ തെർമലി അഫക്റ്റഡ് ഏരിയാസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് തെർമലി അഫക്റ്റഡ് ഏരിയ ഡ്യൂറിങ് EDM. EDMനകത്ത് തെർമലി അഫക്റ്റഡ് ഏരിയസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ റീകാസ്റ്റ് ലെയർ, സെക്കൻഡ് വൺ ആണ് HAZ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് EDM എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഏരിയയിൽ ടെമ്പറേച്ചർ റാപ്പിഡായിട്ട് കൂടും അല്ലേ, ബാക്കി ഏരിയ ഇതിനെ എഫക്റ്റ് ചെയ്യത്തില്ല. ആ ടെമ്പറേച്ചർ എഫക്റ്റ് ചെയ്യുന്ന ഏരിയനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് റീകാസ്റ്റ് ലെയറും സെക്കൻഡ് വൺ ഈസ് ഹീറ്റ് അഫക്റ്റഡ് സോൺ, HAZ. അപ്പോൾ റീകാസ്റ്റ് ലെയർ എന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും എഴുതി പോണേ, കൂടെ എഴുതി പോണേ. എഴുതുന്നുണ്ടോ? റീകാസ്റ്റ് ലെയറിനെ പറയുന്ന പേരാണ് ഒരു വൈറ്റ് ലെയറാണ് കേട്ടോ, ഒരു വൈറ്റ് ലെയറാണ് റീകാസ്റ്റ് ലെയർ. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മെൽറ്റ് ചെയ്യുന്ന മോൾട്ടൺ മെറ്റൽ ഉണ്ടല്ലോ, ദ മെറ്റീരിയൽ ദാറ്റ് ഈസ് മെൽറ്റഡ്, the material that is melted and rapidly solidified is not flushed away by ഡയലക്ട്രിക് മീഡിയം. നമ്മൾ ഈ EDM സമയത്ത് മെറ്റൽ മെൽറ്റ് ആവുമല്ലോ, ആണോ?
സ്പാർക്ക് ഓൺ ടൈമിൽ മെറ്റൽ മെൽറ്റ് ആവുമല്ലോ. സ്പാർക്ക് ഓൺ ടൈം മെറ്റൽ മെൽറ്റ് ആവുമോ? അതിനുശേഷം സ്പാർക്ക് ഓഫ് ടൈമിൽ എന്ത് സംഭവിക്കും? സ്പാർക്ക് ഓഫ് ടൈമിൽ എന്ത് സംഭവിക്കും? സ്പാർക്ക് ഓഫ് ടൈമിൽ എന്ത് സംഭവിക്കും? ഈ മെറ്റൽ എന്ത് സംഭവിക്കും? മെൽറ്റായ മെറ്റൽ എന്ത് സംഭവിക്കും? സോൾഡിഫൈ. ഈ സോൾഡിഫൈ ചെയ്ത മെറ്റലിനെ ആര് വാഷ് ചെയ്തുകൊണ്ട് പോകണം? Dielectric medium. സപ്പോസ് വാഷ് ചെയ്തുകൊണ്ട് പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ തന്നെ ഡിപ്പോസിറ്റ് ചെയ്യത്തില്ലേ? അപ്പോൾ അവിടെ തന്നെ ഡിപ്പോസിറ്റ് ചെയ്യും ആ ലെയർ. പക്ഷെ ആ ലെയറിന് നമ്മുടെ ഒറിജിനൽ മെറ്റൽ വർക്ക് പീസുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരിക്കുമോ? ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ടായിരിക്കുമോ? കാരണം ഓൾറെഡി മെൽറ്റായി അതിനകത്ത് റിമൂവ് ചെയ്ത മെറ്റലാണ്. പക്ഷേ അതിനകത്ത് ഫ്ലഷിങ് പ്രോപ്പർ ആവാത്തതുകൊണ്ട് വീണ്ടും അവിടെ തന്നെ ഒരു ഡിപ്പോസിറ്റായിട്ട് ഉണ്ടാവുന്നു. അപ്പോൾ ഇത് മെറ്റീരിയൽ ദാറ്റ് ഈസ് മെൽറ്റഡ് റാപ്പിഡ്ലി സോളിഫൈഡ് ആൻഡ് നോട്ട് ഫ്ലഷ്ഡ് അവേ ബൈ ദി ഡയലക്ട്രിക് മീഡിയം. അങ്ങനെ ഫ്ലഷ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ സബ്സിക്വൻ്റ്ലി പ്രൊഡ്യൂസ് a white layer brittle white layer എന്ന് പറയാം. brittle white layer ഓൺ ദി സർഫസ്. അപ്പോൾ ഈ മെൽറ്റ് ചെയ്ത മോൾട്ടൺ മെറ്റൽ സോൾഡിഫൈ ചെയ്ത ശേഷം നമ്മുടെ ഡൈലക്ട്രിക് മീഡിയം പ്രോപ്പറായിട്ട് ഫ്ലഷിങ് സംഭവിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതൊരു ഡിപ്പോസിറ്റായിട്ട് ഒരു വൈറ്റ് ലെയർ ബ്രിട്ടിൽ മെറ്റീരിയൽ ഡിപ്പോസിറ്റായിട്ട് അതിൻ്റെ പുറത്ത് തന്നെ അങ്ങ് ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ലെയറിനെ പറയുന്ന പേരാണ് എന്ത്? റീകാസ്റ്റ് ലെയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കാസ്റ്റിംഗ് പ്രോസസ് എന്താ? മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും സോൾഡിഫൈ എന്ന് പറയുന്നതാണ് കാസ്റ്റിംഗ്. അപ്പോൾ ഇത് റീകാസ്റ്റ് ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മെൽറ്റ് ചെയ്ത് വീണ്ടും അവിടെ തന്നെ ഡിപ്പോസിറ്റ് ചെയ്ത് പോകുന്നത്. പക്ഷേ ആ ലെയറിന് പറയുമ്പോൾ നമ്മുടെ ഒറിജിനൽ വർക്ക് പീസുമായിട്ട് വലിയ ബോണ്ടിങ് ഒന്നും കാണത്തില്ല. അതൊരു ബ്രിട്ടിൽ ലെയർ ആയിരിക്കും. പെട്ടെന്ന് ആ ലെയർ പൊട്ടിപ്പൊളിഞ്ഞ് പോകുന്ന ഒരു ലെയർ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് റീകാസ്റ്റ് ലെയർ? റീകാസ്റ്റ് ലെയർ എന്താണ്? ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ മതി. ആദിൽ നസീം പറ. ഹലോ സാർ. പറഞ്ഞു. റീകാസ്റ്റ് ലെയർ എന്താണ്? വാട്ട് ഈസ് റീകാസ്റ്റ് ലെയർ? Material that is melted and rapidly solidified. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ നമ്മുടെ റിമൂവ് ചെയ്തില്ലെങ്കിൽ ഡയലക്ട്രിക് മീഡിയം പ്രോപ്പറായിട്ട് ഫ്ലഷ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ അഗെയിൻ ഡിപ്പോസിറ്റഡ് ആസ് എ വൈറ്റ് ബ്രിട്ടിൽ ലെയർ അലോങ് ദി സർഫസ് ഓഫ് വർക്ക് പീസ്. ആണോ? വർക്ക് പീസിൻ്റെ സർഫസിൽ ഒരു ബ്രിട്ടിൽ ലെയർ ആയിട്ട് അത് ഡിപ്പോസിറ്റ് ചെയ്യും അഗെയിൻ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്? പ്രോപ്പർ ഫ്ലഷിങ് നടക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെയറിനെ പറയുന്ന പേരാണ് എന്ത്? റീകാസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. മനു സുനിലുണ്ടോ ഇതിനകത്ത്? മനു സുനിലുണ്ടോ? മനൂസുല്ലുണ്ടോ? മനൂസുനിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഹലോ
ഓക്കെ. ജോഷുവ പി ജോൺസൺ. ഉണ്ടോ? അത് കാണിക്കുന്നുണ്ട്, ആളിവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഉണ്ടോ? ജോഷുവ പി ജോൺസൺ. എന്താണ് റീകാസ്റ്റ് ലെയർ? ഹലോ സാർ, കേക്കാവോ? റീകാസ്റ്റ് ലെയർ എന്താണ്? വാട്ട് ഈസ് റീകാസ്റ്റ് ലെയർ? റീകാസ്റ്റ് ലെയർ ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നത് കേട്ടായിരുന്നോ? പറഞ്ഞോ. റീകാസ്റ്റ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തുവായിരുന്നു പറഞ്ഞോ. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? മറിയൻ സാമുവൽ എന്ന് പറഞ്ഞു കൊടുത്തേ. മറിയൻ സാമുവൽ. മറിയൻ ജോഷയ്ക്ക് ഇത് പറഞ്ഞു കൊടുത്തേ റീകാസ്റ്റ് ലെയർ എന്താണോ? പറഞ്ഞു കൊടുത്തു. ഹലോ മറിയൻ, പറഞ്ഞോളൂ. എന്ത് പറ്റി? കേൾക്കുന്നില്ല. നമ്മുടെ ഒരു റീകാസ്റ്റ് ലെയർ എന്ന് പറഞ്ഞ ഒരു വൈറ്റ് ലെയർ അങ്ങനെയല്ല? അതെ, അതെങ്ങനെയാ ഫോം ചെയ്യുന്നത്? അത് മറ്റേ മെൽറ്റ് ചെയ്ത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ റീകാസ്റ്റ് ലെയർ ഫോം ചെയ്യുന്നത്? മെൽറ്റ് ചെയ്ത മെറ്റീരിയലിനെ ആരും റിമൂവ് ചെയ്യാതെ വരുമ്പം മെൽറ്റ് ചെയ്ത മെറ്റീരിയൽ ഡൈഇലക്ട്രിക് മീഡിയം റിമൂവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പർ ഫ്ലഷിങ് നടക്കുന്നില്ല എന്ന് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് അവിടെ തന്നെ ഡിപ്പോസിറ്റ് ചെയ്യും. പക്ഷെ അതിനൊരു നമ്മുടെ കോർ മെറ്റീരിയലുമായിട്ട് ഒരു ബോണ്ടിങ് കാണത്തില്ല. ഒരു ജസ്റ്റ് ഒരു വൈറ്റ് ലെയർ ഓഫ് ഡിപ്പോസിറ്റ് മാറിയിരിക്കും. അത് ഭയങ്കര ബ്രിട്ടിലായിരിക്കും അല്ലേ? ആണല്ലോ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഒരു കാര്യം കൂടെ പറയാനുണ്ടല്ലേ? ഓക്കെ, റീകാസ്റ്റ് ലെയർ കഴിഞ്ഞു. അടുത്ത് ഹീറ്റ് എഫക്റ്റഡ് സോൺ HISD ഏതിക്കോ അടുത്ത സെക്ഷനാണ്. 2 ലെയർ ഉണ്ട്, തെർമൽ എഫക്റ്റഡ് 2 ലെയർ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്ന് റീകാസ്റ്റ് ലെയർ ഉണ്ട്, രണ്ടാമത്തേതാണ് ഹീറ്റ് എഫക്റ്റഡ് സോൺ. ഏതിക്കോ? ഹീറ്റ് എഫക്റ്റഡ് സോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ഓഫ് വർക്ക് പീസാണ് വിച്ച് ഈസ് ഹീറ്റഡ് ബട്ട് നോട്ട് മെൽറ്റഡ്. ഹീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് മെൽറ്റ് ആയിട്ടില്ല. അപ്പം പാർട്ട് ഓഫ് വർക്ക് പീസ് വിച്ച് ഈസ് ഹീറ്റഡ് ബട്ട് നോട്ട് മെൽറ്റഡ്. അപ്പോൾ ഈ ഒരു വർക്ക് പീസിൻ്റെ പാർട്ടിനെ പറഞ്ഞ പോലെയാണ് ഹീറ്റ് എഫക്റ്റഡ് സോൺ. അപ്പോൾ ഈ മെൽറ്റ് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും ചേഞ്ച് ആവത്തില്ല. ഓക്കെ, മെൽറ്റ് ചെയ്യാത്തതുകൊണ്ട് ദ മെറ്റലർജിക്കൽ ചേഞ്ച്. ഓക്കെ, അപ്പോൾ 2 പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ തെർമലി അഫക്റ്റഡ് ഏരിയസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ എന്താണ്? തെർമലി അഫക്റ്റഡ് ഏരിയസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്?
ഫസ്റ്റ് വൺ ഏതാ? റീകാസ്റ്റ്. ഫസ്റ്റ് വൺ റീകാസ്റ്റ് ലെയർ, സെക്കൻഡ് വൺ ഹീറ്റ് എഫക്റ്റഡ് സോൺ. റീകാസ്റ്റ് ലെയർ എന്ന് പറയുമ്പോഴത്തേന് അത് എന്താണ്, മോൾട്ടൺ മെറ്റീരിയൽ മെൽറ്റ് ആവുന്നു, പക്ഷേ അവിടുന്ന് പ്രോപ്പർ ഫ്ലഷിങ് നടത്താതെ അവിടെ തന്നെ ഡിപ്പോസിറ്റ് ചെയ്ത് ഒരു വൈറ്റ് ലെയർ എന്ന് പറയുന്നത് റീകാസ്റ്റ് ലെയർ. ഹീറ്റ് എഫക്റ്റഡ് സോൺ എന്ന് പറയുമ്പോഴത്തേന് പാർട്ട് വർക്ക് പീസ് വെച്ച് ഹീറ്റ് ആവുന്നുണ്ട്, പക്ഷേ എന്താവുന്നു, ഇതാ എന്താവുന്നില്ല, മെൽറ്റ് ആവുന്നില്ല. സോ മെൽറ്റ് ആവാത്തതുകൊണ്ട് എന്ത് മെറ്റലർജിക്കൽ പ്രോപ്പർട്ടീസ് ഒന്നും ചേഞ്ച് ആവത്തുമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ EDM എന്ന് പറഞ്ഞ പ്രോസസ്സ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. രണ്ട് കാര്യം കൂടെ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യുവാണ്. അതായത് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് EDM ഇവിടെ തീരും. അപ്പോൾ EDMനകത്ത് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് നിങ്ങൾ തന്നെ പറഞ്ഞേ. ഓൾ conductive, electrically conductive material can be machined. ആണോ? ഇലക്ട്രിക്കലി കണ്ടക്ട് ചെയ്യുന്ന ഏത് മെറ്റീരിയൽ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തൂടെ മെഷീൻ ചെയ്യാൻ പറ്റും. ആണോ? അതൊരു അഡ്വാൻറ്റേജ് അല്ലേ? അതൊരു അഡ്വാൻറ്റേജ് അല്ലേ? Complicated shapes can be machined. നമുക്ക് കൺവെൻഷണൽ മെഷീനിങ് പ്രോസസ്സിലൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്സ് നമുക്ക് ഇതിനകത്തൂടെ മെഷീൻ ചെയ്തെടുക്കാൻ പറ്റും. മൂന്നാമത്തത് നോ മെക്കാനിക്കൽ stress as there is no direct contact. ആണോ? ടൂളും വർക്ക് പീസും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടോ? ടൂളും വർക്ക് പീസും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടോ? ടൂൾ ആൻഡ് വർക്ക് പീസ് തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അവിടെ മെക്കാനിക്കൽ സ്ട്രെസ്സസ് ഒന്നും ഡെവലപ്പ് ചെയ്യത്തില്ല അല്ലേ? ഓക്കെ. പിന്നെ നമുക്ക് പറയാം ഹൈ ലെവൽ ഓഫ് ഡയമെൻഷണൽ ആക്യുറസി. നമുക്ക് കൺവെൻഷണൽ ലേത്ത്, ഡ്രില്ലിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ ഒക്കെ ചെയ്യുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആക്യുറസി ഇവിടെ കിട്ടും. ഡയമെൻഷണൽ ആക്യുറസി വളരെ കൂടുതലായിരിക്കും അല്ലേ? ആണോ? അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞേ. ഡിസ്അഡ്വാൻറ്റേജസ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് വെച്ചിട്ട് നമുക്ക് ഡിസഡ്വാൻറ്റേജ് പറയാൻ പറ്റും. ഇത് വെച്ചിട്ട് എന്താണ്? ഇലക്ട്രിക്കലി നോൺ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് cannot be machined. ആണോ? ഇലക്ട്രിക്കലി നോൺ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് cannot be machined ആണോ? പറയാമോ അങ്ങനെ? ഓക്കെ. പിന്നെ നമുക്ക് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഈസ് ലെസ് കമ്പയർഡ് ടു കൺവെൻഷണൽ പ്രോസസ്സ്. അതായത് വളരെ പതുക്കെയാണ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നത്. കാരണം നമ്മൾ എന്താ പറയുന്നത്, ഒരു മെറ്റലിൻ്റെ ഒരു പാർട്ടിനെ മെൽറ്റ് ചെയ്യുന്നു, ആ മെൽറ്റ് ചെയ്ത പാർട്ടിനെ ഫ്ലഷ് ചെയ്യുന്നു, വളരെ റേറ്റ് ഓഫ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് വളരെ കുറവായിരിക്കും. പക്ഷേ കൺവെൻഷണൽ മെഷീനൊക്കെ നമുക്ക് ഫീഡ് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാം. അപ്പോൾ കമ്പയർ ടു കൺവെൻഷണൽ മെഷീനിങ് പ്രോസസ്സ് റേറ്റ് ഓഫ് മെറ്റീരിയൽ റിമൂവൽ ഈസ് കുറവാണ്. അതൊരു ഡിസഡ്വാൻറ്റേജ് പറയാം. പിന്നെ ഒരെണ്ണം കൂടെ പറഞ്ഞത് സർഫസ് ഫിനിഷ്. സർഫസ് ഫിനിഷ് ലോ ആണ് കമ്പയർഡ് ടു കൺവെൻഷണൽ പ്രോസസ്സ്.
മനസ്സിലായില്ലേ? കാരണം ഈ സർഫസിലുള്ള മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നു, മെൽറ്റ് ചെയ്തിട്ടല്ലേ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു കറക്റ്റ് ഒരു സർഫസ് ഡിഷ് നമുക്ക് അവിടെ കിട്ടത്തില്ല. മനസ്സിലായില്ലേ? കമ്പയർഡ് ടു കൺവെൻഷണൽ പ്രോസസ്സാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സുകൾ മാത്രം നമുക്ക് പറയാം ഡിസഡ്വാൻറ്റേജ് ആയിട്ട്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ്? ആപ്ലിക്കേഷൻസ് ഇത് സിമ്പിളാണ്, പക്ഷേ ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, എക്സ്പ്ലെയിൻ ഇഡിയം. ഓക്കെ, ആൻഡ് വാട്ട് ആർ ദി അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ആൻഡ് ആപ്ലിക്കേഷൻ, ഇങ്ങനെ തന്നെ ചോദിക്കും 8 മാർക്കിന്. അപ്പോൾ ആപ്ലിക്കേഷൻസ് എന്താണ്? മെയിനായിട്ടും എയറോസ്പേസ് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ മെഷീനിങ്, ഓഫ് ടൂള്. ഈ ടൂളെന്ന് പറയുന്ന സംഭവം ഭയങ്കര ഹാർഡല്ലേ. നമുക്കിപ്പോൾ ലേത്ത് അല്ലെങ്കിൽ ഡ്രില്ല് മെഷീനിലോട്ടൊക്കെ ടൂൾ ഉണ്ടാക്കണം. ഈ ടൂളിനെ മെഷീൻ ചെയ്യുന്നത് വെച്ചാൽ ഡിഫിക്കൾട്ടായിട്ട് പ്രോസസ്സല്ലേ. അത് നമുക്ക് EDM-നകത്തൂടെ മെഷീൻ ചെയ്തെടുക്കാൻ പറ്റും. മെഷീനിങ് ഓഫ് ടൂൾ. പിന്നെ നമുക്ക് പറയാൻ പോകുന്നത് മേക്കിംഗ് സ്റ്റാമ്പിംഗ് ടൂൾ, വയർ ഡ്രോയിങ് ഡൈസ്, എക്സ്ട്രൂഷൻ ഡൈസ്, intricate mold cavity. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. എയറോസ്പേസ് ഇൻഡസ്ട്രിയുടെ ആപ്ലിക്കേഷനാണ് മെഷറിംഗ് ഓഫ് ടൂള്, പിന്നെ മേക്കിംഗ് സ്റ്റാമ്പ് ടൂൾസ്, വയർ ഡ്രോയിങ് ടൈസ്, എക്സ്ട്രൂഷൻ ഡൈസ്, ഇൻട്രിക്കേറ്റ് മോൾഡ് ക്യാവിറ്റീസ്. ഇപ്പോൾ ഇത്രയൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ആണോ? കേട്ടില്ല സർ. മറ്റേ ഇൻട്രിക്കേറ്റ് ആണോ ഇൻട്രിസേറ്റ് ആണോ? ഇൻട്രിക്കേറ്റ് വെച്ചാൽ കോംപ്ലക്സ്. ഓക്കെ.